ഒരു പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഓയിൽ കമ്പനികളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് കൂടുതൽ പേടിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചാൽ കൂടുതൽ കരുതലോടുകൂടെ കാര്യങ്ങൾ നീക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ലോക മാധ്യമങ്ങളൊക്കെ അതിനെ കാണുന്നത്. എന്താണ് ഇപ്പോൾ അത് പുറപ്പെടുവിച്ചതെന്നുള്ളത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ബഹ്റൈൻ, കുവൈത്ത്, അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE, ഖത്തർ ഈ തുടങ്ങിയ മേഖലകളിലുള്ള ആളുകൾ പരസ്പര യാത്ര തൽക്കാലം ഉപേക്ഷിക്കണമെന്നാണ്. അത്തരം രാജ്യങ്ങളിലേക്ക് പുറത്തുള്ള ആളുകൾ പോകേണ്ടതില്ല, എണ്ണ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോവുകയും ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എണ്ണ കമ്പനികൾക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകാം ഉടനെ എന്തെങ്കിലും ഇവിടെ സംഭവിക്കാൻ പോകും എന്നുള്ളതിന്. അതായിരിക്കാം തൻ്റെ ആളുകളെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ജോലിക്കാരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകരുത് എന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ലോകത്ത് ചർച്ച ചെയ്യുന്നത് ഉടനെ ഒരു ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം ഈ മേഖലയിൽ കാണാനിടയുണ്ട് എന്നുള്ളതാണ്. അത് പരമ്പരാഗതമായി വിലക്ക് ഏർപ്പെടുത്തുന്ന രീതി എണ്ണ കമ്പനികൾക്കുണ്ടെങ്കിൽ പോലും ഈ സാഹചര്യം അവസാന ഘട്ടത്തിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തി നിൽക്കുന്നു എന്ന് ലോകോത്തര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്ന ഈ സമയത്താണ് എണ്ണ കമ്പനികളുടെ വക മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വിടുന്നത്. ഈ രാജ്യങ്ങൾ UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, അതേപോലെ തന്നെ ഒമാൻ, ഈ രാജ്യങ്ങളിലേക്ക് അനാവശ്യമായി എന്നതല്ല, അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ യാത്ര തിരിക്കരുത്. കാരണം വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള പരോക്ഷമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യയും അതേപോലെ ഇറാനും ചൈനയും വളരെ നല്ല കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരെയൊക്കെ ഹൈജാക്ക് ചെയ്യാൻ പാകത്തിൽ അമേരിക്കയും ഇസ്രായേലും മറ്റ് സഖ്യകക്ഷികളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ പോലും അവരുടെ സംവിധാനങ്ങൾ ഒന്നുകൂടി മൂർച്ചപ്പെടുത്തുന്നുണ്ട് എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ ഇതുകൂടി നമ്മൾ കേൾക്കുമ്പം അതിനെ ബന്ധപ്പെടുത്തി നമ്മളത് വായിച്ചെടുക്കുമ്പം അവിടെ ആ മേഖല കുറേയും കൂടി അരക്ഷിതാവസ്ഥയിലേക്ക് ഏത് സമയവും വേണമെങ്കിൽ നീങ്ങാം എന്നുള്ളതാണ്. പക്ഷേ അത് എത്ര നാളാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം അഥവാ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജോലിക്കാരൊരിക്കലും ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ അനാവശ്യ സന്ദർശനം, അത്യാവശ്യമില്ലെങ്കിൽ ഒരു സന്ദർശനം നിങ്ങൾ നടത്തേണ്ടതില്ല എന്ന് വ്യാങ്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വരുംവരായ്മകളെക്കുറിച്ച് നമുക്കിനിയുള്ള മണിക്കൂറുകളിൽ അറിയുള്ളൂ. എന്താണെങ്കിലും ഓരോ ഭാഗത്ത് കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്തരം ആഹ്വാനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. പ്രവാസികളായ ഒട്ടനേകം സുഹൃത്തുക്കൾ, നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടനേകം സുഹൃത്തുക്കൾ ആ മണ്ണിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരുണ്ട്. ഒരനർത്ഥവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രത്യാശിക്കാം, അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യാം. പക്ഷേ വാർത്ത പറയുമ്പോൾ നമ്മൾ അതേ രീതിക്ക് തന്നെ പറയണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.